നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആമി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. 100,000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നീ എന്നോ അവളെന്നോ വ്യത്യാസമില്ലെന്ന്. നീ ഉണ്ടായ ദിവസം തൊട്ട് ഞാൻ നിന്നെ കാണുന്നതല്ലേ. നിന്നെ മാത്രമല്ല, ആദിക്കുട്ടനെ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇണയായി ദൈവം തന്ന ദത്തനെയും പൂജയും നിങ്ങളെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്റെ മരണം വരെ അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ ഒരു വീടാവുമ്പോ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. പലതും കണ്ടില്ലെന്ന് നടിച്ച് പരസ്പരം പൊറുക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവണം. ആണല്ലോ. അതെ. എങ്കിൽ പിന്നെ പറയുന്ന കാര്യം മുത്തശ്ശിക്ക് മനസ്സിലാവും. നീ പറ. എനിക്ക് എന്റെ കുഞ്ഞിനെ. അത് നീ എന്നോടല്ല പറയേണ്ടത്, ദത്ത് കൊടുത്ത പൂജയോടാ. അവളോട് ഞാൻ പറയുന്നത് ചോദിക്കുന്നതൊക്കെ മുത്തശ്ശി കണ്ടതല്ലേ. അവളതിന് തയ്യാറാവാത്തതുകൊണ്ടല്ലേ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞത്. അതുകൊണ്ടെന്താ പ്രയോജനം? നീ വെറുതെ ഒരു വാക്കിന്റെ പുറത്ത് കുഞ്ഞിനെ അവൾക്ക് കൊടുത്തതാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് പറയാം. ഇതിപ്പോ അതല്ലല്ലോ, കോടതിക്കാരിയല്ലേ. അവള് തന്നെ മനസ്സ് വെച്ച് ദത്ത് ക്യാൻസൽ ചെയ്യാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവള് മനസ്സ് വയ്ക്കണമെങ്കിൽ ആദ്യം നീ മനസ്സ് വയ്ക്കണം. നിന്റെ പെരുമാറ്റവും സ്നേഹവും കണ്ട് അവൾക്ക് മനസ്സലിവ് തോന്നണം. അല്ലാത്തടത്തോളം കാലം ഇതിങ്ങനെ തന്നെ പോവും. ഇതിപ്പോ ഓരോ ദിവസം കഴിയും തോറും നീ അങ്ങോട്ട് കയറി കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ലേ. നീ അവളുടെ കൈയും കാലും പിടിച്ചല്ലേ കുഞ്ഞിനെ അവൾക്ക് ദത്ത് കൊടുത്തത്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഉറക്കമെണീറ്റ് നേരെ കിഴക്കാൻ തൂക്കായി മാറ്റി പറഞ്ഞ അവളെന്നല്ല, ലോകത്ത് ഒരാളും അത് അംഗീകരിച്ചു തരില്ല. അതെ, അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. അഹങ്കാരം കൊണ്ടും ചട്ടപ്പിത്തരം കൊണ്ടും ആർക്കൊന്നും നേടാൻ പറ്റില്ല ആമി. ആദ്യം നമ്മളെ മനസ്സിലാക്കണം. അതിന് ആരഹങ്കാരം കാണിച്ചു? പിന്നെ നീ കാട്ടിക്കൂട്ടുന്നൊക്കെ എന്തുവാ? അത് എല്ലാ രീതികളും പരീക്ഷിച്ച ശേഷം അവസാനം ഗതികേട് കൊണ്ട് ചെയ്തതാ. നിങ്ങൾക്കറിയാവോ, ഞാൻ അവളുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു, എന്ത് വേണമെങ്കിലും കൊടുക്കാന്നും പറഞ്ഞു. അവളെ അലയ്ക്കും മുള്ളിനും അടുക്കാത്തതിന് ഞാനാണ് ഉത്തരവാദി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. സംഭവിച്ചു പോയില്ലേ? അതെ, സംഭവിച്ചു പോയി. അത് തിരുത്തണം ആമി. നിന്നോട്ടുള്ള സഹാനുഭൂതി കൊണ്ടൊന്നുമല്ല, അതെന്റെ കൂടി കുഞ്ഞായി പോയതുകൊണ്ടാ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അപ്പോ ഏട്ടൻ എന്റെ കൂടെ നിൽക്കുമല്ലേ? സംശയം എന്താ? പക്ഷേ ഇപ്പോ ഈ നിമിഷം എനിക്കൊരു കാര്യം അറിയണം. എന്തിനായിരുന്നു ആമി നീ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്? എന്താടി ചോദിച്ചു കേട്ടില്ലേ? ഇതിന് നീ മറുപടി പറഞ്ഞ ദത്ത് മാത്രമല്ല, ഞാനും നിന്റെ കൂടെ നിൽക്കും. അത് പിന്നെ എനിക്ക് അസുഖമായിരുന്നല്ലോ. എന്നിട്ട് ഇത്ര പെട്ടെന്ന് അസുഖം മാറിയോ? മാറി. അതുകൊണ്ടാണല്ലോ എനിക്ക് തിരിച്ചറിവ് വന്നത്. കള്ളം, പച്ചക്കള്ളം. നിനക്ക് യാതൊരു അസുഖവും ഇല്ല. ദത്തൻ എങ്ങനെ അറിയാം? എനിക്ക് മാത്രമല്ല, ആ വിവരം ഈ വീട്ടിൽ ഗോമതേച്ചിക്കും അറിയാം. എന്താ, ഞാൻ അവരെ വിളിച്ച് പറയിപ്പിക്കട്ടെ? നീയേ അവരോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. എല്ലാം നിന്റെ നാടകമായിരുന്നു. കൊച്ചിനെ വേണമെന്ന് ചോദിച്ചപ്പോ ചാടിക്കയറി വാങ്ങിച്ച പൂജാ മഹാറാണി. പിന്നെ വേറൊരുത്തിയെ കെട്ടുന്നു ചോദിച്ചപ്പോ ചാടിക്കയറി കെട്ടി എന്നെ ഞെട്ടിച്ച് എന്റെ ഭർത്താവ് ദത്തൻ മഹാരാജാവ്. എന്നാലും മോൾ അഭിനയിച്ചതാണെന്ന് ആര് കണ്ടാലും തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ. നിന്നെ ഞാൻ തല്ലുന്നില്ല. വെറുതെ എന്തിനാ എന്റെ കൈ മെനക്കെടുത്തുന്നേ? പക്ഷെ ഇനി നിനക്കിവിടെ എന്റെ കൊച്ചുമകളായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ. എന്തിനായിരുന്നു ഈ അഭ്യാസങ്ങളൊക്കെ? സ്വത്തിന് വേണ്ടിയോ, അധികാരത്തിന് വേണ്ടിയോ? അതാ ഞങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനോ? അയ്യോ, സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എങ്കിൽ നീ പറ, എന്തായിരുന്നു നിന്റെ മനസ്സിൽ? അത് പിന്നെ മുത്തശ്ശി തര ഓങ്ങി വെച്ചതാ. തൽക്കാലം എന്റെ കൈ കൊണ്ട് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പറയടി, പറ, എന്തായിരുന്നു എന്റെ യഥാർത്ഥ അസുഖം? ദത്തേട്ടാ, എടി, മുത്തശ്ശി പറഞ്ഞു നീ കേട്ടല്ലോ.
ഇനി നിനക്ക് ഇവിടെ മുത്തശ്ശിയുടെ കൊച്ചുമോളായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ആ സത്യം തുറന്ന് പറയണം. എന്നാലേ ഇനി എനിക്കും അങ്ങനൊന്ന് പറയാനുണ്ട്. എന്റെ ഭാര്യയെ തുടരണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അത് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ഈ വീട് വിട്ടു പോയിക്കോണം. എന്റെ ജീവിതം വിട്ടും. മാറി തൊട്ടു പോരെ തന്നെ. മാറിക്ക്. ഞങ്ങളെക്കാൾ വലുതാണ് നിനക്ക് ആ രഹസ്യമെങ്കിൽ ആയിക്കോ. മനസ്സിൽ ഭദ്രമായി പൂട്ടിവെച്ച് എങ്ങോട്ടാ പോയിക്കോ. പിന്നെ ഈ ജന്മം നിന്നെ ഞങ്ങളുടെ കൺവട്ടത്ത് കണ്ടുപോകരുത്. മുത്തശ്ശി പറഞ്ഞില്ലേ, ഈ ബന്ധുക്കളൊക്കെ അവസാനിച്ചു. ഇല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. എങ്കിൽ പറ, എന്താ സംഭവിച്ചത്? പറയാം, ഞാനെല്ലാം പറയാം. അതിമാരകമായ മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗമാണ് കുട്ടിക്ക്. ഓരോ ദിവസം കഴിയുന്തോറും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് കുട്ടിയെന്ന സത്യം ഞാൻ എങ്ങനെയാ മറച്ചു വയ്ക്കുന്നത്? ഏത് നിമിഷവും മരണം സംഭവിക്കാം. അന്ന് ഞാൻ അങ്ങനെ ഒരു ടെക്നിക്ക് കാണിച്ചില്ലായിരുന്നെങ്കിൽ അവന്മാർ എനിക്ക് പണി തരുമായിരുന്നു. ഇനി പറ, ഞാൻ എന്താ വേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്നെ തന്നെ കൈവിട്ടു പോയി. സത്യം പറഞ്ഞ നിങ്ങളൊക്കെ വിശ്വസിച്ചതുപോലെ അതൊരു ഭ്രാന്ത് തന്നെയായിരുന്നു. ഏത് നിമിഷവും മരിച്ചു പോകുന്നറിഞ്ഞപ്പോ ഞാൻ എന്റെ ദത്തെണ്ണ കുഞ്ഞിനെയും അനാഥമാക്കാതിരിക്കാൻ അരുതാത്തതൊക്കെയും കാണിച്ചു കൂട്ടി ഭ്രാന്ത് എന്ന കൊട വെച്ച് മറ പിടിച്ചു. സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. പക്ഷെ അതിന് ഇങ്ങനൊക്കെ കാട്ടിക്കൂട്ടുന്ന എന്തിനാമി? എനിക്കപ്പോ അങ്ങനെ തോന്നിയത്. സത്യം പറയാലോ, ഇതെല്ലാം കേട്ടിട്ടെ എനിക്ക് നിന്നോട് ഒരു സഹതാപം തോന്നുന്നില്ല. അടിച്ച് കർണം പിടിക്കുക വേണ്ടേ? തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. നിങ്ങളിനി വാക്ക് മാറ്റരുത്.